ഹായ്. അത്തം തുടങ്ങി ഇന്ന് രണ്ടാം ദിവസം നമുക്ക് ചക്കര ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എന്നാൽ ഇനി നമുക്ക് ശർക്കര ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കായ തന്നെയാണ് ഇന്നും എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം തൊലിയൊക്കെ നീക്കി വൃത്തിയാക്കിയതിന് ശേഷം നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് വലുപ്പത്തിൽ വേണം ഇത് കട്ട് ചെയ്തേക്കുക. എല്ലാം ഒരേ അളവിൽ വേണം കട്ട് ചെയ്യാൻ. ഏകദേശം ഇതാ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത കായ് മഞ്ഞൾപ്പൊടിയോ ഉപ്പുപൊടിയോ ഇട്ട് വെള്ളമൊഴിച്ച് നല്ലതുപോലെ അത് കഴുകിയെടുക്കണം. അതിലെ കായിലെ കറ മുഴുവനും മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. ഒരു 3-4 തവണ വെള്ളം ഒഴിച്ചിട്ട് ആ കറ മുഴുവനും പോക്കി ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളം മുഴുവനും വാരാൻ വെക്കണം. വെള്ളം മുഴുവനും വാർന്നതിന് ശേഷം മാത്രമാണ് എണ്ണയിലേക്ക് ഇടാവൂ. വെളിച്ചെണ്ണയാണ് കായ്പേരി ഉണ്ടാക്കാനും എടുത്തിരിക്കുന്നത്. നാടൻ പലഹാരമൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. കായ് വറുത്തതായാലും ചക്കര ഉപ്പേരി ആയാലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇത് ചെറിയ തീയിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല. ഒരു 20 മിനിറ്റ് നേരത്തോളം ഇത് ചെറിയ തീയിൽ വറുത്തുകൊണ്ടിരിക്കണം. ഏകദേശം 20 മിനിറ്റ് ആയി. ഞാൻ ഇത് ആയി എന്ന് മനസ്സിലാവുക, പാത്രത്തിലിങ്ങനെ തട്ടുമ്പോൾ ഒരു സൗണ്ട് വരും. അപ്പോഴാണ് നമുക്ക് ഇത് റെഡിയായി എന്ന് മനസ്സിലാവുക. ഇത് ആയിക്കഴിഞ്ഞാൽ കോരി മാറ്റുമ്പോൾ എണ്ണ മുഴുവനും നീങ്ങാനും അതേപോലെ തന്നെ നന്നായിട്ട് തണിയാനും ശ്രദ്ധിക്കണം. എല്ലാം കോരി മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഞാൻ ഉച്ചക്ക് വറുത്തതിന് ശേഷം വൈകുന്നേരമാണ് ഇത് ശർക്കര പാനിയിലേക്ക് ഇട്ടിട്ടുള്ളത്. അങ്ങനെ വേണം ഇടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ശർക്കര ഉരുക്കി അരിച്ച് വേറൊരു പാത്രത്തിലൊഴിച്ച് അതൊരു നൂൽ പരുവാകുമ്പോൾ അതിലേക്ക് വറുത്ത് കായിട്ട് നന്നായി ഇളക്കി അതിന് ശേഷം അരിപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത പൊടി ഒന്ന് തൂവി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നതിനാണ് ഇങ്ങനെ ഇടുന്നത്. ഫൈനലി നമ്മുടെ ശർക്കര വരട്ടി ശരിയായി. ശർക്കര ഉപ്പേരി എന്നാണ് നമ്മൾ പറയുക.